ഓറ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് അത് സ്കാൻ ചെയ്യുന്നത്? സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപകരണങ്ങളുണ്ടോ? ഇപ്പൊ 3 ചോദ്യമാണ് നമ്മളോട് ചോദിച്ചത്. എന്താണ് ഓറ? അതെങ്ങനെയാണ് സ്കാൻ ചെയ്യുക? അതിന് വല്ല ഉപകരണങ്ങളുണ്ടോ? അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ് ഓറ എന്നുള്ളതാണ്. ഓറ എന്താന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും ഒരു പ്രഭാവ വലയം ഉണ്ടാവും. ഞാൻ സിമ്പിൾ ആയിട്ട് പറയുന്നത് വെച്ചെങ്കിൽ നമ്മ ഏതൊരു ഭഗവാന്റെ ഫോട്ടോ നമ്മ വാങ്ങുമ്പോൾ ആ ഫോട്ടോന്റെ പിന്നിൽ ഇങ്ങനെ ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കണ പോലെ കാണിക്കും. അത് ആ ആ ദൈവത്തിന്റെ പ്രഭാവ വലയാണ് ആ കാണിക്കുക. അത്രയും സ്ട്രോങ് ആണ്. ഇപ്പൊ നമ്മ പറയാറുണ്ട് ബുദ്ധ ഭഗവാന്റെ ഒക്കെ ഓറ 5 കിലോമീറ്റർ ദൂരം വരെ ഉണ്ട് എന്ന് പറയും. കാരണം അത്രയും 5 കിലോമീറ്റർ ദൂരെ ഒരാൾ നിന്നാലും അതും ഇവിടെ ഇരിക്കുന്ന ബുദ്ധ ഭഗവാൻ അത് മനസ്സിലാവും. അത്രയും വലിയ പ്രഭാവലയാണ് ഉള്ളത്. അതുപോലെ ഓരോ മനുഷ്യനും ഉണ്ട്. മനുഷ്യൻ തന്നെയല്ല, ഓരോ കല്ലിനും മുള്ളിനും പുല്ലിനും മൃഗങ്ങൾക്കും എല്ലാത്തിനും ഈ ഓറ ഉള്ളതാണ്. അപ്പൊ അത് നമ്മുടെ കറക്റ്റായി നിന്നാല് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ വീട്ടിലത്തെ എന്താ പറയാ ഫൈനാൻഷ്യൽ റിലേഷൻഷിപ്പ് എല്ലാത്തിനും അത് നല്ലതായിരിക്കും. പക്ഷെ ഓറ നമ്മുടെ അഥവാ കറക്റ്റ് അല്ല, അത് പൊട്ടിയാണ് കിടക്കുന്നത്. പൊട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓസോൺ ലെയർ പൊട്ടി കിടക്കാന്നൊക്കെ പറയാലോ. അതേപോലെ നമ്മുടെ ശരീരത്തിലത്തെ ഈ ഓറ നെഗറ്റീവായി കിടന്നാൽ നമുക്ക് പല അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് വരാം, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരാം. അപ്പൊ അതിനൊക്കെ ചെക്ക് ചെയ്യണം. അത് നമ്മ എങ്ങനെ അറിയാ? അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മ ചെക്ക് ചെയ്യണ ഉപകരണമാണ് ഇത്. ഇതിനാണ് നമ്മ പറയാ എൽറോഡ്. ഈ എൽറോഡ് വെച്ചിട്ട് നമുക്ക് ഏതൊരു വസ്തുവിനെയും നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്തിട്ട് ഈ ഓറ നമ്മുടെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അതുപോലെ തന്നെ നമുക്ക് 7 ചക്രാസ് ഉണ്ടെന്ന് പറയും നമ്മുടെ ശരീരത്തിൽ, മെയിൻ ചക്രാസ്. ആ ചക്രാസ് ബാലൻസ് ആണോ, ഓവർ ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ അണ്ടർ ആക്റ്റീവ് ആണോ, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട്, റെക്ടിഫൈ ചെയ്യാനായിട്ട് നമ്മ എരോമ തെറാപ്പിയാണ് യൂസ് ചെയ്യുക. ആ എരോമ തെറാപ്പി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല ടൈപ്പുള്ള ഓയിൽസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇങ്ങനെ കുപ്പിയിലാണ് വരിക, ലിക്വിഡാണ് വരിക. ഇതൊന്നും നമുക്ക് അകത്തേക്ക് കഴിക്കാനുള്ളതല്ല, എല്ലാം പുറത്ത് യൂസ് ചെയ്യാനുള്ളതാണ്. ഫോർ സിമ്പിൾ എക്സാമ്പിൾ പറയുന്നത് വെച്ചെങ്കിൽ ഇപ്പൊ ഇതൊരു ഇതിനു വേണ്ടി യൂസ് ചെയ്യണതാണ്. ഇതിപ്പോ നമ്മ ഇങ്ങനെ ഓപ്പൺ ചെയ്തു, നമ്മ ഇവിടെ ഇങ്ങനെ പരട്ടി, 2 സൈഡിലും പരട്ടി നന്നായി റബ് ചെയ്തിട്ട് നമ്മ ഇങ്ങനെ സ്മെൽ ചെയ്യാൻ പറയും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പറയുക. അപ്പൊ ഇങ്ങനെ തെറാപ്പി, ഈ എരോമ തെറാപ്പി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. എരോമ തെറാപ്പി എന്ന് പറയുമ്പോൾ ഇതിൽ ചന്ദനത്തിന്റെ ഓയിൽ ഉണ്ട്, അതേപോലെ നമ്മുടെ രാമച്ചത്തിന്റെ ഓയിൽ ഉണ്ട്, അല്ലെങ്കിൽ മുല്ലപ്പൂവിന്റെ ഓയിൽ ഉണ്ട്. അങ്ങനെ പല പല പുഷ്പങ്ങളുടെയും അതേപോലെ നമ്മുടെ സ്പൈസസിന്റെ ഒക്കെ ഓയിൽ വെച്ചിട്ട് പല എന്താ പറയാ, അതുകൂടാണ്ട് തന്നെ നമ്മുടെ ചെറിയ പ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ട് ചിലത്. അങ്ങനത്തെ സ്റ്റോൺസ് എല്ലാം കൂടി വെച്ചിട്ട് ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഓയിലാണ്. അതുകൂടാണ്ട് തന്നെ ഇതിനെ നമ്മൾ എനർജൈസ് ചെയ്യും. എനർജൈസ് ചെയ്യാന്ന് വെച്ചാൽ പല ദിവസങ്ങൾ നമ്മുടെ ഇമ്പോർട്ടന്റ് ഡേയ്സ്, ചിലത് പല ഫുൾ മൂൺ ഡേ അല്ലെ അമാവാസ്യ ദിവസമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സൂര്യന്റെ ചില ദിവസങ്ങളായിരിക്കാം. അങ്ങനത്തെ പല ദിവസങ്ങൾ ഓരോ ഇമ്പോർട്ടന്റ് ഡേ ഉണ്ട്. ആ ഇമ്പോർട്ടന്റ് ഡേയ്സിൽ അതേപോലെ എണ്ണേനെ ഇൻഫ്യൂസ് ചെയ്തിട്ട് അത് എനർജൈസ് ചെയ്തിട്ടുള്ള എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതാണ് നമ്മൾ എരോമ തെറാപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യണത്. അപ്പൊ ഇതൊന്നും നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനില്ല, എല്ലാം പുറത്ത് വെറുതെ നമ്മൾ അത്ര ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ചില ഓയിൽ നമ്മൾ കുളിക്കാനായിട്ട് തരും. ഇപ്പൊ ഭയങ്കര നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളെന്ന് വെച്ചാൽ അയാളുടെ ഓറേനെ നമുക്കൊന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മ കുളിക്കാനായിട്ട് ഒരു 2-3 ഡ്രോപ്പ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുളിക്കാൻ പറയും. അതൊരു 41 ഡേയ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആ 41 ഡേയ്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ പറഞ്ഞ പോലെ എൽറോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് വീണ്ടും ചെക്ക് ചെയ്താൽ നമുക്ക് ആ ഓറ മാറി എന്നുള്ളത് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ആൾക്കുള്ള പ്രശ്നങ്ങൾക്കും നമുക്ക് വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. ഇതിപ്പോ നമ്മ ഒരു മനുഷ്യനെ മാത്രമല്ല കേട്ടോ സ്കാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീടിന്റെ വാസ്തുവിനെ നമുക്ക് നോക്കാൻ പറ്റും. വാസ്തുവിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. നമ്മുടെ കമേഴ്ഷ്യൽ സ്പേസ്, ഓഫീസിൽ, എവിടെ വേണേ, നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും പാരാനോർമൽ എനർജി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോ, ഇതെല്ലാം നമുക്ക് ഇതുകൊണ്ട് ഈ എൽറോഡ് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിന് പരിഹാരങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും.